സിനിമകൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമകൾ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നും. പക്ഷേ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം. അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ ചിന്തിച്ച് ശരി എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പം നമ്മൾ സ്ത്രീധനം പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതായിരുന്നു ശരി എന്നുള്ളതിൽ തന്നെ അങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാതെ അൺലേൺ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ആളുകൾ തിരുത്താനും ശരികളെ തിരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അവനവൻ തന്നെയാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ലിജ മോളെ, അതായത് ഇപ്പൊ നമ്മൾ റീസെന്റ് നോക്കി തന്നെ സ്ത്രീധനത്തിന്റെ പേര് ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ വെറും കച്ചവടവൽക്കരിക്കപ്പെടുകയാണെന്ന് പലപ്പോഴും വിവാഹം എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചില സമയത്ത് നമ്മൾ ഇത്രത്തോളം നിയമം ഉണ്ടായിട്ട് കൂടിയും ഇങ്ങനെയൊക്കെ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാറ്റം കരുതുന്നത് പൊന്മാൻ എന്ന സിനിമ ഇറങ്ങിയത് ഇപ്പൊ ലിജ മോളുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് സ്റ്റെഫിക്ക് കിട്ടിയത് സ്റ്റെഫി വിട്ടു കൊടുക്കില്ല എന്നൊരു പറഞ്ഞൊരു സീനുണ്ട്. അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പം എല്ലാം മാറും എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇതുവരെ നടന്നിട്ടില്ല. ഇല്ല, പണ്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇത് നിർബന്ധമായിരുന്നു. ഇപ്പം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അല്ലെങ്കിൽ കല്യാണം വളരെ ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പം മാറ്റങ്ങളില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ച് അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. ഞാൻ സ്ത്രീധനം ചോദിക്കില്ല എന്ന് ഒരു ആൺകുട്ടി തീരുമാനം എടുക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. അതിപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നല്ല, പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പ് ഈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിൽ കേസുകളാവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിനെ വളരെ നോർമലൈസ് ചെയ്തേ കണ്ടിട്ടുള്ളൂ. സ്ത്രീകളാണെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചു നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാലും അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹ കമ്പോളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടില്ല എന്നൊരു, ഇപ്പൊ ഇതിലെ കഥാപാത്രത്തിന് പോലും ഇത്ര വയസ്സായി, ഇനി ആരെ കിട്ടും നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ കൂടെ പോകുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം. ശരിക്കും നമ്മുടെ സൊസൈറ്റി പോലും ഇങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം ഇല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുക അങ്ങനെ ഒരു മെന്റാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ നമ്മൾക്ക് പ്രഷർ ഉണ്ടായാലും നമ്മൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫാമിലിയിലോ നാട്ടുകാരെന്ത് പറയും, എൻ്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്ര വയസ്സായി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം എത്രയും പെട്ടെന്ന് അവനൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവൾക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് വേണ്ടി നിൽക്കാനും പഠിക്കണം. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടിയുണ്ടാകും. ശരിയാണ്, എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഒരു പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു ചെറുക്കനെ എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം. പക്ഷെ അതിനങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. ലാലേട്ടൻ, ഫാസിൽ, ആസിഫിക്ക അവരൊക്കെ ചെയ്ത പോലെ കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തി, ആ ഒരു ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നോ? അത് ആൾക്കാർ പറയേണ്ട കാര്യമാണല്ലോ. എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു
മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ടേക്ക് അവേ, ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയും. അപ്പം അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പം അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്, ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ, ആ ക്യാരക്ടറിനെ നോക്കിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും. ബേസിൽ എന്ന ഒരാള് ഏത് കാര്യം തമാശയായിട്ട്, ഇപ്പൊ ഈ ലൂസിഫറിന്റെ എമ്പുരാന്റെ സമയത്ത് ഉണ്ടായി ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു, അതുപോലും തമാശയായിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് എന്നാൽ ഫണ്ണായിട്ട് എടുക്കുന്ന വളരെ കുറച്ച് പേര്, അതിൽ വിരളമായിട്ട് ഒരാളാണ് ബേസിൽ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നോക്കി കാണുന്ന ഒരാളാണോ? നമ്മൾ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട്, ഈ പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ടൊവിനോ അവിടെ ഇട്ടപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ അത് കണ്ടപ്പോൾ എനിക്ക് അതായിട്ട് തോന്നി, മുട്ടകളായിട്ട് തോന്നി. അപ്പോൾ അത് മുട്ട പപ്സിലെ മുട്ട എന്ന് കമൻറ്റ് ഇട്ടുന്നേ ഉള്ളൂ. അത് പക്ഷേ AI ആയിട്ട് വരുമെന്നും എല്ലാവരും ഞങ്ങൾ രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടി ഇരുന്ന് മുട്ട പപ്സ് കഴിക്കണ വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നൊന്നും അത്രയും ടെക്നോളജി വളർന്ന കാര്യം ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല. ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം അത്തരം കമൻറ്റുകൾ ഇടാൻ. സ്മരണമാസം കളിയാക്കല്ലണം. അല്ല, ഇത് പീക്ക് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പീക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. പല രീതിയിലും നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഈ പറയുന്ന അജേഷാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ എല്ലാവരും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. എനിക്കും അത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്ത് തന്നെയാണല്ലോ എത്തുന്നത്. അല്ലാതെ ഒരു പ്രിവിലേജ് എന്നല്ലല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവുന്നില്ല. സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഡെയിലി അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാവണ വരെ അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്നും അജേഷായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിയേറ്ററിൽ മുമ്പ് റിലീസ് ചെയ്ത സിനിമകളൊക്കെ റീ റിലീസ് ആയിട്ട് 4K വരുന്നുണ്ട്. മിന്നൽ മുരളി ആ രീതിയിലൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അല്ല, അതൊക്കെ 10-20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ 4K. അപ്പോൾ മിന്നൽ മുരളി ഒരു 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ഇറക്കിയതല്ലേ? സൗണ്ട് ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ വെച്ചിട്ട്, പക്ഷേ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ കാണാനുള്ളത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ഒരു OTTയുടെ കയ്യിലാണല്ലോ. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം. നമ്മുടെ കയ്യിലല്ല അതിൻ്റെ തീരുമാനം, അമേരിക്കയിലാണ് അതിൻ്റെ തീരുമാനം. കുറച്ച് പാടായിരിക്കും. ട്രംപൊക്കെ വിചാരിക്കേണ്ടി വരും. മിന്നൽ മുരളി ഓക്കെ സൈൻ, പുള്ളി സൈനൊക്കെ ഇട്ട് വിടേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ, അറിഞ്ഞൂടാ.